നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താച്ചാല് ഈ പരിഹാരം നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉള്ളത്. കാരണം ഒരു നാള്, അതായത് ഒരു ദിവസം എടുത്താല് എപ്പോൾ നമ്മൾ അത് തുടങ്ങുന്നതായിരുന്നാലും നമ്മള് എല്ലാവർക്കിട്ടയും ഇരിക്കുന്ന ഒരു ഹാബിറ്റ് എന്താന്ന് നോക്കിയാല് വെളിയിൽ പോകുമ്പോൾ ഒരു നല്ല നേരം നോക്കിയിട്ട് നമ്മള് വെളിയിലേക്ക് പോകും. ശകുനം നോക്കിയിട്ട് വെളിയിൽ പോകും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലയോ? അതുപോലെ ഏതൊരു നല്ല വിഷയം ചെയ്താലും നല്ല നേരം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിറയെ പേര് വന്നിട്ട് ഹോരാ നോക്കി ചെയ്തു വരുന്നവരുണ്ട്. എനിക്കെല്ലാം ആ പഴക്കമാണുള്ളത്. എന്ത് നല്ല കാര്യം ചെയ്താലും ഹോരാ ടൈമിങ്സ് നോക്കി ചെയ്യും. ഈ ടൈമില് ഹോര ഇരിക്കുന്നുണ്ടോ, ആ ഹോരാ ടൈമായിട്ട് വെയിറ്റ് ചെയ്ത ശേഷം ആ വിഷയം ചെയ്താല് എനിക്കത് വളരെ ബെനിഫിറ്റ് ആയിട്ടാണ് വന്നു ഭവിച്ചിട്ടുള്ളത്. ഓരോരുത്തരും നല്ല നാള് നോക്കി, ഹോര നോക്കി, നമുക്ക് എതിരെ വരുന്ന ശകുനം നോക്കിയൊക്കെയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ. അതുപോലെ രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നതിന് ആരംഭിച്ച് രാത്രി വീടെത്തും വരെ ആ ഡേ പീസ്ഫുൾ ആയിരിക്കണം. നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കണം. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ വിജയം നമ്മൾക്കായിരിക്കണം. അങ്ങനെ ഇരുന്നാല് എത്രയോ ഒരു നല്ല കാര്യം ഉണർവായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അങ്ങനെ ഇരിക്കും ഈ പരിഹാരം. എന്ത് ചെയ്താലും നമുക്ക് വിജയം കിട്ടും. ഇതൊരു ചെറിയ ട്രിക്കാണ്. ഇതിനെപ്പറ്റി മേ ബി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാത്തവര് ഇത് അറിഞ്ഞോളുക. ഈ മുറ വന്നിട്ട് നിങ്ങൾ ഈ മെത്തേഡിൽ ഫോളോ ചെയ്യുമ്പോൾ 100% മേലെ വിജയം നിശ്ചയം. അത്രയ്ക്കും എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ആവും. അത് എന്താണ് എന്ന് ഞാനിപ്പോൾ പറയാം. അതെന്താച്ചാല് ശ്രീം എന്ന വാക്യമാണ്. ശ്രീം എന്നാൽ ആദിപരാശക്തിയുടെയും നാരായണ ഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും മന്ത്രം. മഹാലക്ഷ്മി ദേവി ശ്രീം എന്ന വാക്കില് മുഴുകിയാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് വിചാരിച്ച് ചെയ്യുന്നുവോ അത് അങ്ങനെയേ വന്ന് നടത്തിക്കിട്ടും. ഈ മെത്തേഡ് എങ്ങനെയെല്ലാം ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നെങ്കിൽ വീട്ടിൽ നിന്ന് രാവിലെ വെളിയിൽ പോകുമ്പോൾ ഇന്നൊരു മുഖ്യമായ വിഷയത്തിനായിട്ടാണ് പോകുന്നത്. ഞാൻ കരുതുന്ന വിഷയം എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടണം, അത് എനിക്ക് പോസിറ്റീവായ ഒരു റിസൾട്ട് തരണം എന്ന് കരുതുന്നവര് എന്ത് ചെയ്യണച്ചാല്, നിങ്ങൾ വീട്ടില് ഒരു കണ്ണാടി ടംബ്ലർ, ദാറ്റ് മീൻസ് നമ്മുടെ കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ, അത് വാങ്ങി വെച്ചോളുക. ഇത് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അത് മതി. ഇല്ല എങ്കിൽ ദയവ് ചെയ്ത് ഒരു കണ്ണാടി ഗ്ലാസ് വാങ്ങിക്കോളുക. കാരണം ഇത് ഒത്തിരി എഫക്റ്റീവായിട്ട് വർക്കാകും. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നടക്കേണ്ട വിഷയത്തെ വന്ന് നടത്തിക്കൊടുക്കുന്ന ശക്തി ഈ ശ്രീം എന്ന വാക്യത്തിന് ഇരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡിന് വന്നിട്ട് അത്രയ്ക്കും ഒരു പവർ ഇരിക്കുന്നുണ്ട്. സോ ഇതിന് ആവശ്യമായ ഒരു പൊരുൾ എന്താച്ചാല് ഒരു കുപ്പി ഗ്ലാസും കൂടെ ഏലക്കായുമാണ്. ഏലക്ക എല്ലാ വീട്ടിലും ഇരിക്കുമല്ലോ. പായസമോ സ്വീറ്റ്സോ പൊങ്കലോ ഏതെങ്കിലും ചെയ്യാനായിട്ട് വീട്ടിലെപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വച്ചിരിക്കുമല്ലേ, അതിന്ന് നിങ്ങൾ 2 ഏലക്ക മാത്രം എടുത്തോളുക. ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് 2 ഏലക്കായെ ധാരാളം. സോ 2 ഏലക്ക എടുത്തോളുക, കൂടെ കുപ്പി ഗ്ലാസും. ഈ 2 പൊരുൾക്കളും വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല്, ഇപ്പോൾ നിങ്ങൾ വെളിയിൽ പോകുന്നു, മുഖ്യമായ ഒരു വേല സംബന്ധപ്പെട്ടാണ് പോകുന്നത്, ഒരു മീറ്റിംഗ് എന്ന് വിചാരിച്ചോളുക.
അത് നടക്കുന്ന ടൈമിൽ എനിക്ക് ഫേവറായിട്ട് വരണം, എനിക്ക് അനുകൂലമായി വിജയം അതിന് കിട്ടണം, അങ്ങനെയെല്ലാം നിങ്ങളുടെ മനസ്സിലിരിക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങൾ അത് തന്നെ മനസ്സിൽ ഫിക്സ് ചെയ്യുക. ഞാനിത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കാര്യം കൂടെ വിചാരിച്ച് പോകാവുന്നതാണ്. എന്ത് വേണമെങ്കിലും നിങ്ങൾ മനസ്സിൽ കരുതിക്കൊള്ളുക. ഇപ്പോൾ അത് കാരണമായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതിന് സക്സസ് ഉണ്ടാവണം എന്ന് മനസ്സിൽ ഫിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ വലത് കൈയിലെ ഈ കണ്ണാടി ഗ്ലാസ് ഉണ്ടല്ലോ, കുപ്പി ഗ്ലാസ്, അതിൽ വെള്ളം ഒഴിച്ചിട്ട് ആ ഗ്ലാസ് എടുത്ത് നിങ്ങളുടെ വലത് കൈയിൽ വയ്ക്കണം. ശരിയാ? ഇപ്പോൾ ആ ഗ്ലാസ് വെള്ളം വലത് കൈയിൽ വയ്ക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ അടിയിലായിട്ട് 2 ഏലക്കായും വയ്ക്കുക. അതായത് ഫസ്റ്റ് കൈക്കുള്ളിൽ ഏലക്ക വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഗ്ലാസ് വയ്ക്കുക. ഇപ്പം മനസ്സിലായല്ലോ? എന്നതിന് ശേഷം നിങ്ങൾ വരാഹി അമ്മയെ മനസ്സാലെ നല്ല പ്രാർത്ഥിച്ച ശേഷം ശ്രീം എന്ന വാക്യത്തെ ചൊല്ലുക. അത് 9 തവണയോ 7 തവണയോ 5 തവണയോ 11 തവണയോ എത്ര വേണമെങ്കിലും ചൊല്ലാം. അതൊക്കെ എത്ര തവണ ചൊല്ലണം എന്നുള്ളത് നിങ്ങളുടെ സമയം പോലെ, നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലിക്കൊള്ളുക. ഒരു 9 ടൈംസ് ആണ് ചൊല്ലുന്നതെങ്കിൽ ശ്രീം 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 എന്ന് നിങ്ങൾ 9 ടൈംസ് ചൊല്ലിയിട്ട് ആ വെള്ളം അങ്ങനെ നിങ്ങളങ്ങ് കുടിക്കണം. മനസ്സിലായോ? ശ്രീം പറഞ്ഞ ശേഷം ആ വെള്ളം അങ്ങനെ കുടിച്ചു. അതിനപ്പുറം കയ്യിലെടുത്ത് വെച്ച ഏലക്ക ഇല്ലേ, 2 ഏലക്ക, അത് അങ്ങനെ പേഴ്സിൽ വച്ചോളുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലായാലും മതി, വെച്ചോളുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇന്നൊന്ന് പറയാം, ഇത് നിങ്ങൾ വെളിയിൽ പോകുന്നതിന് മുന്നേ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ കുപ്പി ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്ത് വെള്ളം കുടിച്ച് ഏലക്കായ പേഴ്സിൽ വെച്ചിട്ട് വെളിയിൽ പോയിക്കൊള്ളുക. ഇത് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ വെളിയിൽ പോയി ഒരിടത്ത് എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് നിങ്ങൾ വേറൊരിടത്തേക്ക് പോകണം. അതായത് 2ാമത്തെ കാര്യത്തിന് കൂടെ നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിലും എനിക്ക് വിജയം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ കരുതുന്നവര് നിങ്ങൾ ഒരു വാട്ടർ ബോട്ടിലിൽ വെള്ളം എടുത്തു വച്ചോളുക. വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ വാട്ടർ ബോട്ടിലിൽ വെള്ളം എടുത്തോളുക. കണ്ണാടി വാട്ടർ ബോട്ടിൽ ഒന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ ഏത് നോർമലായിട്ടുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്നുവോ അത് മാത്രം മതി. സോ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നിട്ട്, അത് നിങ്ങൾ ഓഫീസിൽ നിന്ന് വേറൊരിടത്ത് പോകുന്നിടത്ത് ആയാലും ശരി, എവിടെ നിന്നിട്ടായാലും ശരി, എന്തിനു വേണമെങ്കിലും ഈ പരിഹാരത്തെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്തിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് വിജയം മാത്രമേ കിട്ടുള്ളൂ. അതിനാലെയാണ് ഇത് എല്ലായിടത്തിലും യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. ഇതിന് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. പീരീഡ്സ് ടൈമിൽ ചെയ്യാം. ഇപ്പോൾ നോൺ വെജ് കഴിച്ചു എന്ന് ഒന്നും ഒരു പ്രശ്നവുമില്ല. എല്ലാ സമയത്തും ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾ ചെയ്യാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ഇതിന് ടൈം റെസ്ട്രിക്ഷൻസോ അങ്ങനെയും യാതൊരു പ്രശ്നവും ഇല്ല. ശരിയാ? സോ വാട്ടർ ബോട്ടിൽ കയ്യിലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടപ്പ് തുറന്ന് അതിൻ്റെ മൂടി തുറന്നിട്ട്, അതിനു മുന്നേ നിങ്ങൾ ഫസ്റ്റിൽ 2 ഏലക്ക കയ്യിൽ വെച്ചതിന് ശേഷം വാട്ടർ ബോട്ടിൽ വയ്ക്കുക. എന്നിട്ട് അടപ്പ് തുറന്നതിന് ശേഷം ശ്രീം എന്നൊരു വാക്യം വേറൊരാവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് ചൊല്ലാം. മനസ്സിൽ നിങ്ങൾ വരാഹി അമ്മയെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ വാക്യം ചൊല്ലിക്കോളുക. നിങ്ങൾക്ക് എന്ത് കാര്യം നടക്കണമോ ആ കാര്യം നടന്നു കിട്ടണമേ അമ്മേ ദേവി എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്തോളുക. വിജയത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്, എനിക്ക് വിജയം എൻ്റെ കൈക്കുള്ളിൽ വച്ചു തരണമേ അമ്മേ വരാഹി ദേവി എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഇത് കുടിച്ചോളുക. വേറൊന്ന്, വെള്ളം
ഒരു ബോട്ടിലിരിക്കുന്നത് ഫുള്ളാ കുടിക്കണ്ട, കുറച്ച് കുടിച്ചാൽ മതി, നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം കുടിച്ചോളുക. ഇത് ഡൗട്ട് ചോദിച്ചു വരും, അതിനാലെയാണ് പറയുന്നത്. കുടിച്ചല്ലോ എന്നതിന് ശേഷം ആ ഏലക്കായ എടുത്ത് നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക. വേറൊന്ന്, ഫസ്റ്റ് യൂസ് ചെയ്ത ഏലക്ക എഗെയിൻ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? മാസത്തിൽ നിങ്ങൾ ഒരേ ഒരു തവണ മാത്രം ഏലക്ക മാറ്റിക്കൊടുക്കുക. അതുവരേക്കും നിങ്ങൾ പഴയ ഏലക്ക മതി. അത് റിപ്പീറ്റഡ്ലി എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എത്ര കാര്യത്തിന് വേണ്ടി വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് നിങ്ങൾ പേഴ്സിൽ വയ്ക്കണം. അത് ചെറിയ പൗച്ചിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലോ ഇട്ട് വച്ചോളുക. ഓരോ തവണ ഈ മെത്തേഡ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഈ ഏലക്ക എടുത്തിട്ട് തിരിച്ച് വച്ചോളുക. ഏലക്ക എന്നത് മഹാലക്ഷ്മി ദേവിയുടെ അംശം. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മീൻസ് നിങ്ങൾ എന്ത് കരുതി കേട്ടാലും അത് നടത്തി കിട്ടുന്നതിന് തുല്യം. സോ ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തോളുക. ഇങ്ങനെയെല്ലാം ചുമ്മാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. ഇത് സോ മെനി ടൈംസ് ചെയ്തിട്ട് നിറയെ പേർക്ക് വർക്കൗട്ടായ ഒരു വിഷയം, ഞാൻ ചെയ്തു വരുന്ന ഒരു വിഷയം. നിങ്ങളും ഈ മെത്തേഡ് ചെയ്തു നോക്കിക്കോളുക. കാരണം നിറയെ പേര് ശ്രീം എന്ന ഒരു വാക്യം വെച്ചിട്ട് നിറയെ പരിഹാരങ്ങൾ ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ തന്നെ ഞാൻ ഒത്തിരി മെത്തേഡ് ഇതിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് നമ്മൾ വന്നിട്ട് റെഗുലറായിട്ട് ചെയ്താൽ എന്ത് കരുതി നമ്മൾ പോകുന്നുവോ അത് വിജയം കണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫിൽ റെഗുലറായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. വിജയം നിങ്ങളുടെ മേലെ തന്നെയായിരിക്കും. ഏലക്ക മാസത്തിൽ ഒരു തവണ മാറ്റിയാൽ മതി. പഴയ ഏലക്ക മാറ്റി പുതിയ ഏലക്ക വയ്ക്കുക. എന്നിട്ട് ആ പഴയ 2 ഏലക്കായും നിങ്ങൾ കാൽപ്പെടാത്ത ഇടത്തിലേക്ക് എറിഞ്ഞു കളയുക. ഓർക്കുക, നിങ്ങൾ വീട്ടിനുള്ളിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രം കുപ്പി ഗ്ലാസ് എടുത്തോളുക. അതർവൈസ് നിങ്ങൾ വെളിയിലിരുന്നാണ് ഒരു വിഷയം ചെയ്യുന്നതെങ്കിൽ അതിന് വാട്ടർ ബോട്ടിലാണ് ആവശ്യം. സോ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ ബാഗിൽ കരുതിക്കൊള്ളുക. ഇത് വച്ച് എത്ര തവണ വേണേലും എന്ത് കാര്യത്തിനായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫോളോ ചെയ്തോളുക. ഞാൻ എന്തിനിങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നു, വീഡിയോയിൽ ഇതൊക്കെ പറയുന്നു എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. ഇത് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും, ഇനി ഓഫീസിലിരുന്ന് വേണമെങ്കിൽ കൂടെയും ചെയ്യാവുന്നതാണ്. എനിക്ക് ഒരു മുഖ്യമായ വിഷയം നടക്കണമെന്ന് കരുതി വരാഹിയമ്മയെയും പ്രാർത്ഥിച്ച് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. എന്നാൽ മനസ്സിൽ വിശ്വാസത്തോടെ മാത്രം നിങ്ങൾ ചെയ്യുക. ശ്രീം എന്ന വാക്ക് നിങ്ങൾ ഉച്ചരിക്കുക. ശ്രീം എന്നത് ആദിപരാശക്തിയുടെയും നാരായണ ഭഗവാന്റെയും അംശമടങ്ങിയ 2 പേർക്കും ചേർന്ന ഈ മന്ത്രം. അത്രയ്ക്കും പവറുണ്ട്. അതിനാലെ വിശ്വാസത്തോടെ ചെയ്തോളുക. ഇതെല്ലാം വന്നിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരം. നിങ്ങൾ ചെയ്ത് നോക്കി വർക്കൗട്ടായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തോളുക. നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിന് വന്നു ചേരും. അത് മാത്രമല്ല, ഇത് റെഗുലറായിട്ട് ചെയ്താൽ നല്ലൊരു മാറ്റം വന്നിരിക്കും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് നടത്തിക്കിട്ടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.